നമുക്ക് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളും അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ വിശകലനവും നമുക്ക് നോക്കിയാലോ? പ്രത്യേകിച്ച് ഈ ആഴ്ച പലർക്കും ന്യൂസ് പേപ്പർ വായിക്കുവാനോ ന്യൂസ് ചാനൽ കാണുവാനോ സാധിച്ചു കാണില്ല. അവർക്കും കണ്ടവർക്ക് കൂടുതലായി അറിയുവാനും ഈ വാർത്ത ഈ ഒരു സെഷൻ നിങ്ങളെ സഹായിക്കും. പ്രത്യേകിച്ച് മൂൾ അക്കൗണ്ട് തട്ടിപ്പ്. ആ മൂൾ അക്കൗണ്ട് തട്ടിപ്പിനെ പറ്റി പലരും കൂടുതലായി അറിഞ്ഞു കാണില്ല. അതിൽ പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്നും പല ലോബികൾ നമ്മുടെ കേരളത്തിലെ പല വിദ്യാർത്ഥികളെയും പല യുവാക്കളെയും അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നു. അതിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ നമ്മുടെ യുവാക്കളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും മറ്റും അവർ കളക്ട് ചെയ്യുന്നു. അത് ടെലഗ്രാമിലൂടെ മറ്റും കളക്ട് ചെയ്യുന്നു. അതിലൂടെ അവർക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നു, അവരുടെ പിൻകോഡുകൾ കിട്ടുന്നു. അവർ ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് മൂൾ അക്കൗണ്ട് തട്ടിപ്പ് നടത്തുന്നു. അതായത് ഇവരുടെ അക്കൗണ്ടിലേക്ക് മറ്റും അവർ ഈ ഓൺലൈൻ തട്ടിപ്പിലൂടെ, ട്രേഡിങ്ങും ഓൺലൈൻ തട്ടിപ്പിലൂടെ അവർ തട്ടുന്ന എമൗണ്ടുകൾ, ക്യാഷുകൾ ഇവരുടെ അക്കൗണ്ടിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട് നോർത്ത് ഇന്ത്യയിലെ പോലീസ് അന്വേഷിച്ചു വരുമ്പോൾ അവരെ ഇവിടെ അന്വേഷിച്ചു വരും. നമ്മുടെ സംസ്ഥാനത്തിലെ നമ്മുടെ യുവാക്കളെയും കുഞ്ഞുങ്ങളെയും അന്വേഷിച്ചു വരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇവർ അതിൻ്റെ ട്രാപ്പിലാവുന്നു. അതാണ് ഈ നാളുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിലെ കുഞ്ഞുങ്ങളെയും യുവാക്കളെയൊക്കെ വളരെ ശ്രദ്ധിക്കുക. അടുത്തത് SIR. എല്ലാവരും കേട്ട് കാണും, പക്ഷേ അതുമായി അധികം ഒരു അറിവ് നിങ്ങൾക്ക് ലഭിച്ചു കാണില്ല. SIR പ്രധാനമായി ചെയ്യുന്നത് കേന്ദ്ര ഇലക്ട്രൽ ഓഫീസറാണ്, സെൻട്രൽ ഇലക്ട്രൽ ഓഫീസറാണ്. അതായത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അവർ ഈ നാളുകളിൽ ഇവിടുത്തെ ഗവൺമെൻറ് ഒഫീഷ്യൽസിനെ, പ്രൈവറ്റ് ഒഫീഷ്യൽസ് ഒന്നുമില്ല, ഗവൺമെൻറ് ജീവനക്കാരെ ഇവിടുത്തെ ഇലക്ട്രലുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് എടുക്കുവാനായി നിയോഗിച്ചിരിക്കുന്നു. ബഡ്ജറ്റിലെ പല വ്യവസ്ഥകളും വലിയ വിവാദമായിരിക്കുന്നു. 2 കാര്യങ്ങളാണ്: കരിമണൽ ഖനനവും വീര്യം കുറഞ്ഞ മദ്യത്തിന് ടാക്സ് കുറയ്ക്കുന്ന കാര്യം. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അത് വലിയ വിഷയങ്ങളാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് തീരദേശത്തുള്ള ആൾക്കാർക്ക് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഖനനത്തിന് അനുവദിച്ചാൽ ആലപ്പുഴ തുടങ്ങിയ തീരദേശ പ്രദേശങ്ങളിൽ ജനജീവിതത്തിന് വലിയ ആഘാതമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു അനുമതി അത് സാധാരണ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അടുത്ത കാര്യം, വീര്യം കുറഞ്ഞ മദ്യത്തിന് ടാക്സ് കുറയ്ക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഈ മദ്യം കൂടുതലായി ഉപയോഗിക്കാനും സാധ്യതയുണ്ട്. അതിലൂടെ തന്നെ UDFന്റെ അവരുടെ പ്രകടന പത്രികയിലെ പ്രഖ്യാപിത ലക്ഷ്യമെന്നത് മദ്യവർജനമാണ്. അപ്പോൾ ഇത് അവരുടെ പോളിസിയിലുള്ള കാര്യമല്ല, സാധാരണ ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ക്രൂഡ് ഓയിൽ വിലയും 4 ആഴ്ചത്തെ ഏറ്റവും കുറഞ്ഞ വിലയിൽ എത്തിയിരിക്കുന്നു. ബാരലിന് $71 എത്തിയിരിക്കുന്നു. പക്ഷേ ഇത്രയും കുറഞ്ഞിട്ടും നമ്മുടെ രാജ്യത്ത് ഒരു കുറവ് വരുത്തിയിട്ടില്ല. അതും സാധാരണ ജനങ്ങളുടെ ജീവിതത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതുമായി പരോക്ഷമായി ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നത് സാധാരണ ജനങ്ങൾക്കാണ്. കാരണം വില കയറ്റമുണ്ടായിരിക്കുന്നു. ഈ ചരക്ക് ലോറിയിലൂടെ നമുക്ക് സാധനം കൊണ്ടുവരുന്നത്, അതുമായി ബന്ധപ്പെട്ട് തന്നെ ചരക്ക് യാത്രയുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ വില കയറ്റം ഈ നാളുകളുണ്ടായിരിക്കും. അപ്പോൾ പെട്രോളിന് വില കുറയുന്നതനുസരിച്ച് നമ്മുടെ അവശ്യ വസ്തുക്കളുടെയും വില കുറയും. അത് സാധാരണക്കാരന് വലിയ നേട്ടമാണ്. പക്ഷേ അത് എന്തുകൊണ്ടോ കേന്ദ്രം അതിന് പ്രത്യേകിച്ച് നമുക്കറിയാം, അതിന് പല വിശദീകരണങ്ങളുണ്ട്. പക്ഷെ അത് കുറച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. ഈ US-ഇറാൻ യുദ്ധത്തിനും അയവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ കുറച്ചുകൂടി വലിയ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി അയവ് വന്നിട്ടുണ്ട്. ഈ വലിയൊരു തട്ടിപ്പാണ് 5 മിനിറ്റ് കൊണ്ട് ലോൺ തരുന്നു എന്ന ഒരു വലിയൊരു തട്ടിപ്പ്. അതിൽ നിരവധി പേർ, വലിയ വിദ്യാഭ്യാസമുള്ളവർ, വലിയ ജോലികളുള്ളവരൊക്കെ അതിൽ വീഴുന്നൊരു സാഹചര്യമുണ്ട് ഒരു തട്ടിപ്പിൽ. അതുമായി ബന്ധപ്പെട്ട് നിരവധി പേർ ആത്മഹത്യയുടെ വക്കിലാണ്. 100 കോടി കേരളത്തിൽ കമ്പനികൾ, നോർത്ത് ഇന്ത്യൻ കമ്പനികൾ ഒഴുക്കിയെന്നതാണ് വാർത്ത. എല്ലാവരും വളരെ ശ്രദ്ധിക്കുക, ജാഗരൂകരായിരിക്കുക. കുടുംബങ്ങളിലെ പ്രിയപ്പെട്ടവരോട് ഇതിൻ്റെ ചതിക്കുഴി പറഞ്ഞ് മനസ്സിലാക്കുക. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ നാളുകളിലെ പ്രശ്നങ്ങളും എല്ലാവരും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവിടെ ഈ നാളുകൾ നടക്കുന്നത്. ഇപ്പോഴത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യം,
സുഗതൻ എന്ന കൗൺസിലറുടെ അദ്ദേഹത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് കാപ്പ കേസുകളുണ്ട്, നിരവധി കേസുകളുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ നാളുകളിൽ ഇതിലാണ്, റിമാൻഡിലാണ്. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് പുറത്തു വരാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല ഈ സാഹചര്യത്തിൽ. അപ്പോൾ കക്ഷി നില നാം പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ BJPക്ക് 50 സീറ്റുണ്ട്, LDFന് 29 സീറ്റും കോൺഗ്രസ്സിന് 20 സീറ്റുമാണ്. അപ്പോൾ BJPക്ക് 50 സീറ്റുണ്ട്, UDFനും LDFനും പിന്നെ 2 സ്വതന്ത്രമുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് വരുമ്പോൾ ടോട്ടൽ 51 ആവുന്നു. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം ഒരു തുലാസിലാണ്, എങ്ങോട്ട് വേണമെങ്കിലും പോകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ അത് വളരെ വിജയകരമായി നടന്നു വരുന്നു. വളരെ എഫക്റ്റീവായൊരു പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. ഒരുപാട് കുഞ്ഞുങ്ങളും ഒരുപാട് യുവാക്കളൊക്കെ അവരറിയാതെ ഈ മാരകമായ ഈ ഒരു എന്താ പറയുക ക്യാൻസർ പോലെ കാറും തിന്നുന്ന ആ ഒരു അവസ്ഥയാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. ഈ ലഹരിക്ക് അടിമകളാവുന്നതിലുണ്ടാകുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും എഫക്റ്റീവായ പദ്ധതി വളരെ വിജയകരം മുന്നോട്ട് പോകുന്നു. ഒരുപാട് ജീവിതങ്ങൾ, ഒരുപാട് കുടുംബങ്ങൾ ഇതിലൂടെ രക്ഷപ്പെടും. പനി ബാധിച്ച് 4 മരണമാണ്. വളരെ ശ്രദ്ധിക്കുക. മഴ നനയുന്നവരും മറ്റുള്ളവർ വളരെ ശ്രദ്ധിക്കുക. ഇപ്പോൾ പനി വളരെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വകാര്യ ബസ് ഉടമസ്ഥരും ജീവനക്കാരും പണിമുടക്കിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്ന അപ്ഡേറ്റ് പ്രകാരം സെക്രട്ടറിയുടെ മുന്നിലേക്ക് അവർ പണിമുടക്കിന് വരുവാണ്. അവരുടെ ജീവിതം വളരെ കഷ്ടത്തിലാണ്. അപ്പോൾ അത് സംസ്ഥാന സർക്കാർ നിർബന്ധമായും അത് പരിഗണിക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും അത് പരിഗണിക്കുക. സ്വകാര്യ ബസ്സിൽ കയറാൻ പറ്റുന്നവർ പരമാവധി സ്വകാര്യ ബസ്സിൽ കയറി അവരുടെ ആ വലിയൊരു ബുദ്ധിമുട്ടിന് അവർക്കൊന്ന് അതിൽ നിന്ന് ഒഴിവാകേണ്ട സാഹചര്യം ചെയ്ത് കൊടുക്കുക. ആറ്റുകാൽ ആത്മഹത്യ പ്രതി അതിൽ റിമാൻഡിൽ ആയിരിക്കുകയാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കേസ് അബറ്റ്മെൻറ്റ് ടു സൂയിസൈഡാണ്. ആത്മഹത്യ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കേസുകളുടെ ആത്മഹത്യ പ്രേരണ കേസുകളുടെ മെറിറ്റിലേക്ക് പോകുമ്പോൾ ആ കേസ് തെളിയിക്കുക എന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്രയും എഫക്റ്റീവായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷണം വന്നാൽ മാത്രമേ ഈ കേസ് തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇത് നല്ലൊരു മൂവാണ്. എന്തായാലും ഇപ്പോൾ അതൊരു അറസ്റ്റിലായിട്ടുണ്ട്. തുടർന്നുള്ള കാര്യങ്ങളിൽ ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കണം. വളരെ നല്ലൊരു പെൺകുട്ടിയായിരുന്നു. നാം അറിഞ്ഞ കാര്യങ്ങൾ, അതിൻ്റെ വാസ്തവം അറിയില്ല, അറിഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് പെൺകുട്ടി വളരെ നല്ലൊരു കുട്ടിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, നാം അറിഞ്ഞ കാര്യങ്ങൾ. തീർച്ചയായും അവർക്ക് വേണ്ട നീതി ലഭിക്കുക തന്നെ വേണം. പൂനെ കൊലപാതകം നമുക്കറിയാം. അവിടെ ഉണ്ടായത് വളരെ ബ്രൂട്ടലായ മൃഗീയമായൊരു കൊലപാതകമാണ്. പ്രണയത്തിൻ്റെ കുഴിയിൽ വീഴ്ത്തി കേതനെന്ന ആ ഇന്നസെൻ്റായ ആ ചെറുപ്പക്കാരനെ ഈ സിയ കൊലപ്പെടുത്തിയ കാര്യം ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം സിയയുടെ കാമുകന് 1 കോടി കേതനിൽ നിന്ന് വാങ്ങിക്കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. വളരെ ഹൃദയഭേദകമായ കാര്യം. ഇനി ഒരിക്കലും ഈ ആരുടെ ഭാഗത്തുനിന്നും ഈ ഒരു ചതി എന്നതുണ്ടാവാനേ പാടില്ലാത്ത കാര്യമാണ്. ഇവർക്ക് ഏറ്റവും മാതൃകാപരമായ ശിക്ഷ തന്നെ ലഭിക്കേണ്ടതായുമുണ്ട്. ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ ഇവിടെ കഴിഞ്ഞ് നമുക്ക് അടുത്ത ആഴ്ച പുതിയ ന്യൂസുകളുമായി കാണാം. ബൈ.